കോട്ടയം രാമപുരത്തെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ വളകൾ അറുത്തുമാറ്റി കടന്നുകളഞ്ഞത് തിരുട്ട് ഗ്രാമത്തിലെ മോഷ്ടാക്കൾ എന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് പിടിക്കപ്പെടുമെന്ന് കണ്ടാൽ എന്തിനും ഏതിനും മടിക്കാത്ത ഈ സംഘത്തെ തേടിയപ്പോൾ വൻ ഓപ്പറേഷനുമായി കേരള പോലീസ് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ എത്തിയ വാർത്തകൾ പുറത്തുവരികയാണ്. അതായത് മമ്മൂട്ടി സിനിമ മോഡൽ തന്നെ കേരള പോലീസ് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ കയറിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ആക്രി കച്ചവടക്കാരെന്ന രീതിയിൽ വീടുകൾ നിരീക്ഷിക്കുകയും രാത്രിയിൽ ദേഹമാസകലം എണ്ണ തേച്ച് വസ്ത്രം ധരിക്കാതെ ഇടവഴികളിലൂടെ വീടുകളിലെത്തി മോഷണം നടത്തുകയും ചെയ്യുന്നതാണ് ഈ തിരുട്ട് ഗ്രാമത്തിലെ സംഘങ്ങളുടെ പതിവ്. ആളൊഴിഞ്ഞ പാടത്തോ പറമ്പിലോ പുലർച്ചെ വരെ ഇവർ കിടക്കുകയും പിന്നീട് വേഷം മാറി ട്രെയിനിലോ ബസ്സിലോ തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇക്കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന മോഷണത്തിന്റെ പിന്നിൽ ഇവരാണ് എന്ന് തെളിഞ്ഞതോടെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ 30ഓളം വരുന്ന പോലീസ് സംഘമാണ് തമിഴ്നാട്ടിലെ കാമാക്ഷിപുരം ഗ്രാമത്തിൽ വ്യാപക പരിശോധന നടത്തിയത്. മോഷണ സംഘത്തിൽ ഉൾപ്പെട്ടവരെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചു എന്നാണ് വിവരങ്ങൾ. അതായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 28 പുലർച്ചെ 4 മണിയോടെയാണ് രാമപുരം പുതുവേലി ചേരക്കുഴി സ്വദേശിയ സ്ത്രീയുടെ വീട്ടിൽ ഇവർ കവർച്ച നടത്തുന്നത്. വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ടും അടുക്കള വാതിലും കുത്തി തുറന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടമ്മയുടെ കയ്യിൽ അണിഞ്ഞിരുന്ന 2 സ്വർണ്ണവളകളും കട്ടർ ഉപയോഗിച്ച് അറുത്തെടുക്കുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മോഷ്ടാക്കളെക്കുറിച്ച് യാതൊരുവിധ തെളിവും ലഭിച്ചിരുന്നില്ല. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ രാമപുരം, പാല, ചങ്ങനാശ്ശേരി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി തുടങ്ങി കോട്ടയം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും സംസ്ഥാനത്തിന്റെ മറ്റു പല പ്രദേശങ്ങളിലും മോഷണം നടത്തുന്നത് സന്തോഷ്, വേലൻ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് രാമപുരത്തെ കവർച്ചയ്ക്ക് പിന്നിൽ ഇവരാണെന്ന് തന്നെ പോലീസ് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും പിടികൂടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മോഷണ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതോടെ തന്നെ കേരള പോലീസും സംഘവും കാമാക്ഷിപുരത്തേക്ക് തിരിക്കുകയായിരുന്നു. അതായത് കസ്റ്റഡിയിൽ വാങ്ങിയ 2 പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് തമിഴ്നാട്ടിലെ അതായത് തിരുട്ട് ഗ്രാമത്തിലെ കാമാക്ഷിപുരം ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് തെളിഞ്ഞത്. ഇതോടെ മോഷണ സംഘത്തിൽപ്പെട്ട മറ്റുള്ളവരെ കണ്ടെത്താനായി പോലീസ് കാമാക്ഷിപുരത്തേക്ക് തിരിച്ചു. പാല ഡിവൈഎസ്പി കെ സദൻ, SHOമാരായ ജോബിൻ ആന്റണി, ബി ഉണ്ണികൃഷ്ണൻ എന്നിവരടക്കം അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സർവ്വസന്നാഹങ്ങളുമായി 3 വാഹനങ്ങളിലായി 30ഓളം പോലീസുകാരാണ് കാമാക്ഷിപുരത്ത് എത്തിയത്. 2 രാത്രിയും 1 പകലുമായി ഇവിടെ നടത്തിയ പരിശോധനയിൽ മോഷണ സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളും ബൈക്കുമൊക്കെ വിൽപ്പന നടത്തിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവർ കണ്ടെടുത്തു. ഇതിനു പുറമെ മോഷണ സംഘത്തിലെ 3 പേരുടെ ചിത്രങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ ഇവരുടെ വീടുകളിൽ നിന്നും ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിൽ ജോലി ചെയ്യുന്ന കാമാക്ഷിപുരം സ്വദേശികളുടെ വീടുകളിലും പോലീസ് സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലേക്കായി ജോലിക്കായി പോയവരെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് സംഘം ശേഖരിച്ചു. ജോലിക്കായി കേരളത്തിലെത്തി മോഷണം നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ രീതി. പകൽ സമയത്ത് ജോലിക്കിടെയാണ് മോഷണത്തെ അനുയോജ്യമായ വീടുകൾ കണ്ടുവെക്കുന്നത്. തുടർന്ന് കാമാക്ഷിപുരത്ത് നിന്ന് കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തിയതിനു ശേഷം രാത്രി സമയത്ത് മോഷണം നടത്തുന്നതാണ് പതിവ്. വീടുകളുടെ വാതിൽ പൊളിച്ചകത്ത് കടക്കുന്നതാണ് ഇവരുടെ രീതി എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കൊല്ലും കൊള്ളയും ഒക്കെ പഠിച്ച് ശീലിച്ചവരാണ് തിരുട്ട് ഗ്രാമക്കാർ. 19 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട്. പണവും സ്വർണവും തട്ടിയെടുക്കാൻ എന്ത് അക്രമവും നടത്താൻ ഒരുമ്പെട്ടവരാണിവർ. ഇരകളെ കൊലപ്പെടുത്തിയാണ് സാധാരണയായി ഇവർ കവർച്ച നടത്താറുള്ളത്. ഇരുമ്പ് ദണ്ടും കുന്തവും വാളും അരിവാളും ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായാണ് ഇവർ കവർച്ച നടത്തുക. 100ഓളം പേരടങ്ങുന്ന കവർച്ചാ സംഘം ഇപ്പോഴും സജീവമായി തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആക്രി കച്ചവടവും മറ്റുമായി ഈ സംഘം പകൽ സമയങ്ങളിൽ നമുക്ക് മുന്നിലൂടെയൊക്കെ കടന്നു പോകാം. ഇത്തരത്തിൽ സ്ഥലം കണ്ടെത്തി ആസൂത്രണത്തിന് പിന്നാലെ രാത്രിയിൽ ഇവർ മോഷണത്തിനിറങ്ങും. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ പല അപകട മരണങ്ങൾക്ക് പിന്നിലും തിരുട്ട് സംഘങ്ങളെന്ന ആരോപണങ്ങളുണ്ട്. കൂടുതലും അപകടങ്ങൾ കുപ്രസിദ്ധമായ തിരുട്ട് ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന പരിസരങ്ങളിലാണ് നടന്നിട്ടുള്ളത്. കൃത്യമായ പ്ലാനിങ്ങും ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പിന്തുണയോടും കൂടി മോഷണം നടത്തുന്നവരുടെ നാടാണ് ഈ തിരുട്ട് ഗ്രാമം. തിരുട്ട് ഗ്രാമക്കാർ ജയിലിലായാലും അവരുടെ ബന്ധുക്കൾ പട്ടിണിയിലാകില്ല എന്നത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. തിരുട്ട് ഗ്രാമത്തിലെ മൂപ്പന്റെ അറിവോടെയായിരിക്കും ഓരോ സംഘങ്ങളും മോഷണത്തിനായി എത്തുന്നത്. ഓരോ മോഷണം നടത്തുമ്പോഴും ഇതിന്റെ വിവരങ്ങളും ആരെങ്കിലും പിടിയിലായിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും അപ്പോൾ തന്നെ ഗ്രാമത്തിലേക്ക് കൈമാറും. അവിടെ നിന്നും ഇടപെടലുകൾ നടത്തിയാണ് നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. കവർച്ച നടത്തി ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം ഗ്രാമമൂപ്പനെ ഏൽപ്പിക്കും. ഈ തുക ഉപയോഗിച്ചാണ് കവർച്ചയ്ക്കിടെ ജയിലിലാകുന്ന കുടുംബങ്ങളെ ഇവർ സഹായിക്കുന്നത്. ഇത്തരത്തിൽ കുടുംബത്തിൽ ഒരു അംഗം ജയിലിലായാൽ പകരം മറ്റൊരംഗം മോഷണ മേഖലയിലേക്ക് സജീവമാകണമെന്ന നിബന്ധന പോലും ഈ ഗ്രാമത്തിലുണ്ട്. ഇതിന് തയ്യാറാകാതെ വന്നാൽ സഹായം നിലയ്ക്കും. അതുകൊണ്ട് തന്നെ തിരുട്ട് ഗ്രാമത്തിലെ മോഷണകല അവസാനിപ്പിക്കാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.